സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ സെൻട്രൽ ഷെയർ 500 കോടി രൂപയാണ്. സ്റ്റേറ്റ് ഷെയർ 500 കോടി രൂപയാണ്. ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ വകയായി 135.7 കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ പണം എന്ന് പറയുന്നതും സ്റ്റേറ്റ് ഷെയർ എന്ന് പറയുന്നതും സംസ്ഥാന ഖജനാവിൽ നിന്ന് പോകുന്നതാണ്. കേന്ദ്രം നൽകിയിട്ടുള്ളത് 500 കോടി. അപ്പോൾ ആ പദ്ധതിയുടെ 50% തുക, ഏതാണ്ട് 60% തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഈ വണ്ടി തിരുവനന്തപുരത്തിന് പുറത്ത് ഓടുന്നില്ല, മറ്റ് ജില്ലകളിൽ ഓടുന്നുണ്ടെന്ന് അദ്ദേഹം ബഹുമാനായ മേയർ പറഞ്ഞു കേട്ടു, ഞാൻ കണ്ടില്ല. പക്ഷേ ഒരു ജില്ലയിൽ ഓടുന്നില്ല. ഇതിന് ഭയങ്കര മെയിൻ്റനൻസ് ആണ്. ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് സാധാരണ ഒരു സൂപ്പർ ഫാസ്റ്റിൻ്റെ ടയർ 40,000-45,000 കിലോമീറ്റർ പോയാൽ 60,000 കിലോമീറ്റർ വരെ പോകും. പക്ഷേ ഇതിൻ്റെ ടയർ 30,000 കടക്കില്ല. ഇതിനെ ആ ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുക്ക്, എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. ഇത് ടയർ തേഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് മെയിൻ്റനൻസ് വലിയ പാടാണ്. ഞാൻ വന്ന സമയത്ത് ഞങ്ങളിത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 50% ഇത് ചാർജിങ്ങിൽ ഓടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇതിനെ അവിടെ ഇവിടെ പൊട്ടും പൊളിയൊക്കെ ഉണ്ട്, വെൽഡ് ചെയ്യണം. ഇയാൾക്ക് വേണ്ട പണ്ടാരൊക്കെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്കുക. അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ബാറ്ററി തീരും. ബാറ്ററി പോയി 5-ാം വർഷം ബാറ്ററി പോയാൽ 28 ലക്ഷം രൂപ വേണം ഇതിൻ്റെ ഒരു വണ്ടിയുടെ ബാറ്ററി വാങ്ങാൻ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയരുത്, ഇത് കൈനഷ്ടം തന്നെയാണ്. ഇതിന്റെ ഗിയർ ബോക്സിന്റെ അകത്ത് പല എലിയോ പെരിച്ചായോ ഒന്നും കുടുങ്ങി കിടക്കുന്നുണ്ടോന്ന് ഞമ്മക്കൊന്ന് നോക്കേ. ഇതിന് ഹൗസിംഗ് ഒന്നും ഇല്ലടോ, ചിലപ്പോ കാണില്ല. വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു. അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്, അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാൻ, ഞങ്ങളുടെ ഡിപ്പോയിൽ നിന്ന് ഇടാൻ ഒക്കത്തില്ല. നിങ്ങൾക്ക് നമ്മൾ വിശ്വാസം ഇല്ലെങ്കിലേ നമ്മൾ ഇതുവരെ പണിയെടുത്തതിന്റെ 2,000 റുപ്യം കൂടി തന്നേക്ക്, നമ്മളെ കൂടി വിട്ടേക്ക്. വളരെ സന്തോഷത്തോടുകൂടി വണ്ടി തിരിച്ചു കൊടുക്കാൻ KSRC തയ്യാറാണ്. CMDക്ക് എന്നെ പോലും കാണണ്ട, CMDക്ക് ഒരു കത്ത് കൊടുത്തോളൂ. 24 അവേഴ്സിനുള്ളിൽ വണ്ടി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്ത് തരും. ഡ്രൈവറെ ഞങ്ങളതാണ്, കണ്ടക്ടറെ ഞങ്ങളതാണ്, ടിക്കറ്റ് മെഷീൻ ഞങ്ങളതാണ്, വർക്ക്ഷോപ്പ് ഞങ്ങളതാണ്, എല്ലാം ഞങ്ങളതാണ്. ഞങ്ങൾ വേറെ വണ്ടി ഇറക്കും. അടുത്ത ഷോ എപ്പോഴാണെന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ ഈ ടിക്കറ്റിന്റെ കുറ്റിയും കൊണ്ട് വന്നാൽ മതി. ഇവന്റെ കുറ്റിക്ക് ഒന്ന് കൊടുത്താൽ മതി, അപ്പൊ ഷോ തുടങ്ങും. യുദ്ധം അമരണ്ടങ്കിരട്ട് വകരുള്ളൂ. അവസാനം ക്യാപ്റ്റൻ കളത്തി വാള് വെക്കൂ. ഞങ്ങൾ ആ കരാർ പരിശോധിച്ചിൽ നിന്ന് ആ കരാറിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ലംഘിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഈ KSRT ഈ ബസ്സുകൾ, ഈ ഇലക്ട്രിക് ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഞങ്ങൾ അത് മാത്രമേ ചൂണ്ടിക്കാണിച്ചുള്ളൂ. ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ പ്രൊജക്ടറിന്റെ ഗിയർ പോയി. പ്രൊജക്ടറിന്റെ ഗിയർ? എന്റെ പ്രൊജക്ടറിന്റെ ഗിയർ ഉണ്ട്, ക്ലച്ചിന്റെ സ്റ്റിയറിംഗ് ഉണ്ട്. എന്താ സാറിന് കുഴപ്പമുണ്ടോ? മറ്റൊന്ന് 113 കോടി രൂപ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കോർപ്പറേഷന് തരുമ്പോൾ അതിന് ലാഭം കിട്ടുമ്പോൾ ന്യായമായിട്ട് ഞങ്ങളുടെ ഒരു അവകാശമില്ല, കോർപ്പറേഷനും അതിന്റെ ലാഭം കിട്ടണമെന്ന്. 2024 സെപ്റ്റംബർ മാസം 7-ാം തീയതി മുൻ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ FB പോസ്റ്റാണ് എന്റെ കയ്യിലുള്ളത്. നഗരത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും സുഗമവും കുറഞ്ഞ നിരക്കിലും ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 115 വൈദ്യുതി ബസ്സുകൾ KSRT സ്വിഫ്റ്റിന് വാങ്ങി നൽകിയത്. നഗരസഭ സ്വിഫ്റ്റിന് വാങ്ങി നൽകിയതെന്നാണ് LDF മേയർ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഭാഗമായി രൂപം കൊടുത്ത ഒരു ത്രികക്ഷി കരാർ വ്യവസ്ഥ പ്രകാരമാണ്, ഇതാണ് ത്രികക്ഷി കരാർ, ഈ വൈദ്യുതി ബസ്സുകൾ സർവീസ് നടത്തേണ്ടത്. എന്നാൽ KSRTC ഈ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചതായാണ് പരിശോധനയിൽ കാണുന്നത്. മറ്റൊന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു, ഒരു കത്ത് കൊടുത്താൽ 113 ബസ്സും 1 മണിക്കൂറിനുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചു തരാം. ഞങ്ങൾക്ക് ആ പ്ലാൻ ഇല്ല. ഈ ഇലക്ട്രിക് ബസ്സുകളെ കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ ബാറ്ററിയാണ്. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി മാറ്റും. ഇപ്പോൾ എല്ലാ ബസ്സും ബാറ്ററി മാറ്റേണ്ട സമയമായിട്ടുണ്ട്. ബസ് വാങ്ങുന്നതിൻ്റെ 70% പൈസയും ബാറ്ററിക്കാണ് മാറ്റുന്നത്. ആ ബസ്സിൻ്റെ നല്ല കാലം മുഴുവൻ ഏകദേശം ഓടിക്കഴിഞ്ഞു. ഇനി ആ 113 ബസ് തിരിച്ചെടുക്കാനായിട്ട്, അങ്ങനെ ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കണമെന്നോ ബസ് ഓടരുതെന്നോ മറ്റുള്ള സ്ഥലങ്ങളിലെ ആൾക്കാർക്ക് യാത്ര ചെയ്യണമെന്നുള്ള പോയിൻ്റൊന്നുമില്ല. അങ്ങയുടെ ഗവൺമെൻറ് ഗതാഗത മന്ത്രി, അങ്ങയുടെ മുന്നണിയുടെ മേയറും നേതൃത്വവും നഗരസഭയുമായിട്ട് ഒപ്പിട്ട കരാർ നടപ്പിലാക്കണം എന്ന് മാത്രം. ഇല്ലെങ്കിൽ വിശ്വാസ്യത പോകില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഇപ്പൊ ഇങ്ങനെ വന്ന പശ്ചാത്തലത്തിൽ 113 ബസ് ഞങ്ങൾക്ക് തരാം, KSRTC സ്റ്റാൻഡിൽ ഇടാൻ പറ്റില്ല എന്നൊക്കെ വാർത്തകളുണ്ട്. ഞാൻ അത് പറഞ്ഞ വാർത്തകളുണ്ട്. ബസ്സുകൾ KSRTC സ്റ്റാൻഡിൽ തന്നെ തന്നെ ഞങ്ങൾ കിടക്കുള്ളൂ. ബസ്സുകൾക്ക് നിർബന്ധമൊന്നുമില്ല. കോർപ്പറേഷൻ ഇഷ്ടംപോലെ സ്ഥലം വേക്കൻറ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ 100-ഓ 1000-ഓ ബസ്സൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ കോർപ്പറേഷൻ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ അത്തരത്തിലുള്ള ആലോചനയൊന്നുമില്ല. കിട്ടിയാ
ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ ബാ. ഇനി ഇപ്പൊ പറഞ്ഞു 113 ബസ്സുകൾ തിരിച്ച് കോർപ്പറേഷൻ എടുത്താൽ 150 ബസ്സുകൾ KSRTC പിറ്റേ ദിവസം നിരത്തിലിറക്കുന്നുണ്ട് വാർത്ത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 150 ബസ്സുകൾ ഇറക്കി നെയ്യാറ്റിക്കര, നെടുമങ്ങാട്, കട്ടപ്പനയിൽ വിട്ടിട്ട് 113 സിറ്റിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വരികയില്ല. മറ്റൊന്ന്, ഈ ബസ്സുകൾ നഷ്ടമെന്നാണ് പറയുന്നത്. അല്ല, ഈ ബസ്സുകളുടെ വരുമാനവും KSRTCയുടെ മറ്റുള്ള ബസ്സുകളുടെ വരുമാനവും ഒരുമിച്ച് കണക്കൂട്ടുമ്പോഴാണ് നഷ്ടം വരുന്നത്. ഇലക്ട്രിക് ബസ്സുകളുടെ മാത്രം വരുമാനം എടുത്തിട്ട് 2 വർഷത്തെ വരുമാനം കൂട്ടിയിട്ട് എവിടെയാണ് നഷ്ടമെന്ന് പറയട്ടെ? അവിടെ നിന്ന് പറഞ്ഞ പണവും KSRTCയുടെ മറ്റുള്ള ഡീസൽ ബസ്സുകൾ ഓടുന്ന പണവും എല്ലാം കൂടി ഒരുമിച്ച് അക്കൗണ്ടിലാക്കിയിട്ട് കണക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നഷ്ടമായിരിക്കും. ആ നഷ്ടത്തിന് ഉത്തരവാദി ഇലക്ട്രിക് ബസ്സുകളോ കേന്ദ്ര ഗവൺമെന്റോ കോർപ്പറേഷനോ. അതുകൊണ്ട് ഗുസ്തി മത്സരത്തിനും തക്കുത്തരം പറയാനൊന്നും ഞങ്ങളില്ല. എന്തോ ഞാൻ എന്താ പറഞ്ഞു അതിന് തന്നാരും വിളിച്ചില്ല വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി.